ഇത് കൊല്ലം ജില്ലയിലെ വെളിയം ആരൂർക്കോണം നെല്ലിപ്പള്ളിൽ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം. സർവാഭീഷ്ട വരദായകനും സർവമൃത്യു നിവാരകനുമായ ശ്രീ മഹാദേവൻ ശ്രീ കിരാതമൂർത്തി ഭാവത്തിലും സർവൈശ്വര്യപ്രദായിനിയും സർവാർത്ഥ സാധികയുമായ പാർവതീദേവി സുന്ദരയക്ഷി ഭാവത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രം. വെളിയം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾക്ക് അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഏകദേശം 2-3 തലമുറകൾക്ക് മുൻപ് നെല്ലിപ്പള്ളിൽ കുടുംബത്തിന്റെ ആരാധനാമൂർത്തി സങ്കല്പത്തിൽ ഒരു കൽവിളക്ക് തെളിയിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. കുടുംബത്തിലെ ഒരാൾ എല്ലാ വർഷവും വ്രതം നിന്ന് മകരമാസത്തിലെ ഉച്ചാരനാളിൽ അന്നദാനം നടത്തി വന്നിരുന്നു. അതിനുശേഷം നെല്ലിപ്പള്ളി കുടുംബവും വലിയ വീട്ടിൽ കുടുംബവും ഒത്തുചേർന്ന് ഇരു കുടുംബങ്ങളിലെയും ഓരോരുത്തർ വീതം വ്രതം നിന്ന് ഈ അന്നദാനം നടത്തി വരികയുണ്ടായി. വർഷം തോറും നടത്തി വന്നിരുന്ന ഈ അന്നദാനം മാത്രമായിരുന്നു അന്നത്തെ ഏക ചടങ്ങ്. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് വടക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആരൂർക്കോണം നെല്ലിപ്പള്ളി കിരാതമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ്. മഹാദേവന്റെ ചൈതന്യമായ കിരാതമൂർത്തി ഭാവത്തിൽ സർവായിഷ്ടപ്രദായകനായി ത്രിശൂല സങ്കല്പത്തിലെ മഹാദേവൻ കുടികൊള്ളുകയാണ്. പാർവതീദേവിയുടെ സാന്നിധ്യം ഒരു സുന്ദരയക്ഷി ഭാവത്തിൽ ഇവിടെ കണ്ണാടി വിഗ്രഹത്തിൽ നിലകൊള്ളുന്നുവെന്നും തെളിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനൊരു പുനരുദ്ധാരണം വന്ന് ഒരു ക്ഷേത്രമായി രൂപപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഈ അന്നദാനം കൃത്യമായി നടക്കാതെ വരികയും പലപ്പോഴും പൂജ മുടങ്ങുകയും ചെയ്തതിന്റെ ഫലമായി ഈ ഭാഗത്തെ നാട്ടുകാർ മുൻകൈയെടുത്ത് ഒരു ദേവപ്രശ്നം വയ്ക്കുകയും ആ ദേവപ്രശ്നത്തിൽ ഈ ഭാഗത്ത് മഹാദേവന്റെയും പാർവതീദേവിയുടെയും സാന്നിധ്യം ഉള്ളതായി തെളിയുകയും ചെയ്തു. അങ്ങനെ മഹാദേവന്റെ സാന്നിധ്യം കിരാതമൂർത്തി ഭാവത്തിലും പാർവതീദേവിയുടേത് സുന്ദരയക്ഷി ഭാവത്തിലുമാണെന്ന് ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞതിനാൽ ഇവിടെ പരിഹാര കർമ്മങ്ങൾ നടത്തുകയും ശ്രീ മഹാദേവനെ ഒരു ശൂലപ്രതിഷ്ഠ നടത്തി കിരാതമൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠിക്കുകയും ശ്രീ പാർവതീദേവിയെ സുന്ദര യക്ഷി രൂപത്തിൽ കണ്ണാടി ശിലയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അത്തരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കല്പമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ആദ്യകാലത്ത് മാസം തോറും നടത്തി വന്നിരുന്ന പൂജ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഭക്തവിശ്വാസം ഏറിയപ്പോൾ എല്ലാ വർഷവും വൃശ്ചിക ചിറപ്പ് മഹോത്സവം നടത്തുന്ന പതിവ് ഉണ്ടായി. 41 ദിവസം വരെയും മുടക്കമില്ലാതെ ഈ വൃശ്ചിക ചിറപ്പ് മഹോത്സവം കൊണ്ടാടപ്പെടുന്നു. വൃശ്ചിക ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഏവർക്കും ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഒരു കാവായിട്ട് മാത്രമേ ഉള്ളായിരുന്നു ആദ്യം. പിന്നെ ഉച്ചാരയ്ക്ക് തിരളി വിഴുങ്ങി ഒരു അന്നദാനം പോലെ കഴിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വാക്കനാട്ട് പോയി ദർശനം വെച്ചപ്പോൾ ഇവിടെ ഒരു അമ്പലം കെട്ടണ്ട, അല്ലാതെ വിളക്ക് കത്തിപ്പും അതുപോലെ പൂജകളും കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാമെങ്കിൽ ഈ പരിസരവാസികൾക്കെല്ലാം നല്ലതുണ്ടാവും എന്ന് പറഞ്ഞു. തിരുവാതിര നാളിൽ ഇവിടെ പൊങ്കാലി ഇതുപോലെ കുഞ്ഞുങ്ങളുടെ തിരുവാതിരയും നടത്തിക്കൊണ്ടിരിക്കുക. ആരൂർക്കോണം നെല്ലിപ്പള്ളിൽ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ആഘോഷങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് മകരമാസത്തിലെ ഉച്ചാര ദിവസം നേരത്തെ പ്രാചീന രീതി അനുസരിച്ച് നടത്തി വന്നിരുന്ന അന്നദാനത്തിന് പകരമായി സംഘടിപ്പിച്ചു പോരുന്ന തിരു ഉത്സവം തന്നെയാണ്.
ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടക്കുന്ന തിരുവാതിര പുഴുക്കു പൊങ്കാലയും ഒപ്പം സ്ത്രീകൾ ഒത്തുചേർന്ന് വളരെ ഭക്തിപുരസരം സമർപ്പിക്കുന്ന തിരുവാതിര കളിയും മഹാദേവനും ശ്രീ പാർവതീദേവിക്കും ഏറെ പ്രിയങ്കരമാണ്. അനുദിനം ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്ന ഒരു ക്ഷേത്രമായി വിളിയം ആരൂർക്കോണം നെല്ലിപ്പള്ളിൽ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം മാറിയിരിക്കുകയാണ്. മിഥുനമാസത്തിലെ വിശാഖം നാളിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം കൊണ്ടാടപ്പെടുന്നത്. അന്ന് ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കലശ പൂജയും മറ്റ് ശുദ്ധിക്രിയകളും നടത്തിവരുന്നു. എല്ലാ മാസവും 1-ാം തീയതിയും 3-ാമത്തെ ഞായറാഴ്ചയും നടക്കുന്ന പ്രത്യേക പൂജകളിലും മറ്റ് വിശേഷ പൂജകളിലും നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകൾക്ക് പുറമെ ഭഗവാന്റെ ഇഷ്ടവഴിപാടായ കടും പായസം, താമ്പൂലം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നു. ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റി അവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്ത് അനേകായിരം ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി ഭഗവാൻ സുന്ദരയക്ഷിയമ്മയോടൊപ്പം നാഗദൈവങ്ങളോടൊപ്പം സ്വർണശോഭയിൽ നാടിനെ ഐശ്വര്യമായി പരിലസിക്കുന്നു. ഓം നമഃ ശിവായ. ഓം കിരാതമൂർത്തയേ നമഃ.